ഓർമ്മയുണ്ടാവും. ഇനി അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ കോവൽ പാടം കണ്ടോ? ഇനി നമ്മൾ അങ്ങോട്ട് നാട്ടിലെ ചീരയാണെന്ന്. ഈ ചീര കേട്ടോ. ഹായ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് പശ്ചിമ ബംഗാളിലെ കച്ചാ ബസാർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള കച്ചാ ബസാർ എന്ന സ്ഥലത്താണ്. ഇവിടെ നിർത്താൻ കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ പഞ്ഞികൾ കണ്ടോ, പഞ്ഞി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമ്മുടെ നാട്ടിലെ ഇഷ്ടം പോലെ വീടുകളിൽ ഈ പഞ്ഞിമരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഈ ചീര നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ പച്ചച്ചീര ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അത് ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലെ മുള്ളം വെള്ളരിക്ക കണ്ടോ? ഇനി അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ കോവൽ പാടം കണ്ടോ? ഇനി നമ്മൾ അങ്ങോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് മറ്റൊരു അത്ഭുതം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ ചീര കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ നാട്ടിലെ ചീരയാണെന്ന്. ഈ ചീര ഏത് ചീരയാണ്? പാലക് ചീരയാണത്. ഇതാണ് നമ്മുടെ നാട്ടിലെ മുള്ളം വെള്ളരിക്കയുണ്ട്, വെള്ളിരിയുണ്ട്, രണ്ടും ഉണ്ട്. അത് വച്ചുപിടിപ്പ്. അത് പീച്ചിങ്ങാണ്. അതെ, പീച്ചിങ്ങ. ഒരു ലൈനിൽ പീച്ചിങ്ങയാണ്. കണ്ടോ, പീച്ചിങ് നിൽക്കുന്നുണ്ടോ? ഇനി അത്ഭുതമെന്ന് പറയട്ടെ, ദേ ഏക്കർ കണക്കിന് കോവൽ തോട്ടങ്ങൾ കണ്ടോ? കോവൽ. നമ്മുടെ നാട്ടിലെ കോവൽക്കയിൽ നിന്ന് അല്പം ഇലയ്ക്ക് മാറ്റമുണ്ട് കേട്ടോ. കോവയ്ക്ക് തന്നെ അല്ലേ ഇത്? കോവയ്ക്ക. അതെ, കോവലല്ല. കുക്കുംബർ പോലെ തോന്നും, പക്ഷെ ഇത് കോവയ്ക്ക അല്ല. അതുപോലെയൊക്കെ ഏകദേശം വരും. കണ്ടോ? ഇത് കണ്ടോ? കോവല് പോലത്തെ എന്തൊരു സാധനമാണ്. പച്ചക്ക് തിന്നാൻ പറ്റില്ല. പച്ചക്ക് തിന്നാൻ പറ്റില്ല, കറി വെച്ചാൽ സൂപ്പറാന്നാ പറഞ്ഞത്. ഇത് കേരളത്തിലുള്ള എള്ള് കാണണോ? ഒരു കാലത്ത് ഇഷ്ടം പോലെ എള്ളുണ്ടായിരുന്നു കേരളത്തിൽ. ഇതേ വഴുതന നിൽക്കണുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള എല്ലാം പശ്ചിമ ബംഗാളിലുണ്ട്. ഇവിടെ ചുമ്മാ നിൽക്കുന്ന ആൾക്കാരല്ല, കൃഷി അറിയാവുന്ന നല്ല ഒന്നാന്തര ആൾക്കാർ. ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവനത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നിർത്തും. ഒരു ഇല്ലിയുടെ കോല് 4ആയിട്ട് കീറി കേട്ടോ. ഒരു ഇല്ലിക്കോല് 4ആയിട്ട് കീറിയിട്ട് നിസാര ചെലവിൽ പുല്ലുണ്ടാക്കിക്കോ. ഒരു സൈക്കിൾ ട്യൂബ് ആ ചെളി കുഴിച്ചിട്ടു. സൈക്കിൾ ട്യൂബിൽ നിന്ന് കുഞ്ഞ് നൂൽക്കമ്പി, ടൊയിൻ നൂലും നേരെ ആ ഇല്ലിക്കോലയിൽ കെട്ടിയിട്ട് പുള്ളി കാണിച്ചാണ് ഈ അഭ്യാസം. ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. വെറും കുഞ്ഞ് ഇല്ലിക്കോല് 4ആയിട്ട് കീറിയിട്ട് ഒരു പടം, ഒരു ഈ കോവല് പോലത്തെ ഈ സാധനം അവരങ്ങ് ഉണ്ടാക്കിക്കോണം. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ എള്ള് കൃഷി കാണാം. എള്ള് എല്ലാം, അതായത് ഓൾ ഇൻ വൺ റൂഫ്, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ. വഴുതനയുണ്ട്, കോവലിൻ്റെ പോലത്തെ ആ ഒരു ചെടിയുണ്ട്. നമ്മുടെ നാട്ടിലെ എള്ള് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതേ കോവലും ഉണ്ട്, ഇതേ കോവലുമുണ്ട്. എള്ളും പാടമാണ്, അങ്ങ് പോയേക്കുവാണ്. അപ്പം അങ്ങോട്ട് ഈ സൈഡിലേക്ക് സൈക്കിൾ ട്യൂബിൻ്റെ കളി കൊള്ളാട്ടോ. ഇത്ര മനോഹരമായ കാഴ്ചകളാന്ന് നോക്കി. കൃഷിയിലുണ്ടല്ലോ, ആന്ധ്ര കഴിഞ്ഞാൽ നമ്മൾ വന്ന 10 സംസ്ഥാനങ്ങളിൽ ബംഗാൾ തന്നെ 2ാമൻ. എള്ളും പാടം ഇതുണ്ടോ? നെല്ലും പാടം, ഗോതമ്പ് പാടം. കടൽ പോലെ പോയേക്കുവാണ് മക്കൾ. അങ്ങ് ദൂരെ നോക്ക്.
യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് കയറണം. നമ്മുടെ നാട്ടിലിരുന്ന് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഒരു സാധാരണ കർഷകൻ്റെ ബുദ്ധി ഊഹിക്കാൻ പോലും പറ്റില്ല. സൈക്കിൾ ട്യൂബ് മണ്ണിൽ കുഴിച്ചിട്ടു, പഴയ ടയർ, അപ്പം ബലമായി അത്തേന്ന് വള്ളി കെട്ടിയിട്ട് അവൻ ഒരു ഈറ്റക്കോല് 4 ആക്കിയിട്ട് 6 ഇട്ടപ്പോൾ എത്ര നീളം കിട്ടി. അങ്ങനെ അവൻ ഏക്കർ കണക്കിന് അങ്ങോട്ട് വിട്ടേക്കുവാണ്. വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മുടെ ആരുടെങ്കിലും ബുദ്ധിയിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കൃഷിരീതി കണ്ടിട്ടുണ്ടോ? ഇതാണ് ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ ചുറ്റുമ്പോൾ നമ്മൾ സിറ്റികളിലേക്കല്ല ഇറങ്ങേണ്ടത്. നമ്മൾ ഇറങ്ങേണ്ടത് പാടശേഖരങ്ങളിലേക്കാണ് ഇറങ്ങേണ്ടത്, കൃഷിയിലേക്കാണ്. സൈക്കിൾ ട്യൂബിൻ്റെ കളിയാണ് ഇവിടെ. ഇതുണ്ടോ, പുതിയ പുതിയ കൃഷി രീതികളാണ്. ഇതിൻ്റെ അകത്ത് പീച്ചിങ്ങയുണ്ട്, ആ കോവൽ പോലത്തെ സാധനമുണ്ട്, ചീരയുണ്ട്. ഉണ്ടോ, പീച്ചിങ്ങയാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഇവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, ദേ നിൽക്കണുണ്ടോ? ദേ അവിടെ ചോളം നിൽക്കുന്നത് കണ്ടോ, കരിമ്പ് നിൽക്കുന്നത് കണ്ടോ? ഇത് ഇങ്ങോട്ടൊന്ന് നോക്കിയിരിക്കുക. ഇതുണ്ടോ, കോവയ്ക്ക പോലത്തെ സാധനമാണ്. ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. കോവയ്ക്കയുടെ അത്ര ഉള്ളൂ, പക്ഷെ കോവൽ പോലെ തോന്നും. എത്ര മനോഹരമായ ഏക്കറേജാണ് പോയേക്കണം നോക്ക്. എല്ലാമുണ്ട് എല്ലായിടത്തും. ഞങ്ങൾക്ക് ഇറങ്ങാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്നത് കോളിഫ്ലവർ ആയിരുന്നു, അതിൻ്റെ ഒരു വേസ്റ്റ് കിടന്നുണ്ടാക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ചുവന്ന ചീര വരെ ഇതിൻ്റെ ഇടക്കൃഷിയായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഇങ്ങോട്ട് നോക്കാം, ഇവിടെ അറസ് എടുക്കുന്നേ. ഇത് നോക്കും, നമ്മുടെ നാട്ടിൽ ചുവന്ന ചീര വരെയുണ്ട്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീടുകൾക്ക്, കൊച്ചു കൊച്ചു കൃഷി രീതികൾക്ക്, അതിൻ്റെ പഠനത്തിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട്, ഞാൻ അത്രയും ദൂരത്തെ എൻ്റെ വണ്ടി ഇട്ടങ്ങനെ കണ്ടോ. ഇച്ചിരി കഷ്ടപ്പെട്ടു ഇവിടെ എത്താൻ, പക്ഷേ ഇത്രയും ദൂരം വന്ന് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയും നമ്മുടെ നാട്ടിലെ കൃഷിരീതി ഇതുപോലെയൊക്കെ ആക്കാൻ വേണ്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൃത്രിമ മാർഗ്ഗമാണ്. മണ്ണിൽ കുഴിച്ചിട്ട ടയറ് അവിടുന്ന് നൂൽക്കമ്പിയിൽ കെട്ടിയിട്ട് വെറും ഈറ്റയിലൂടെ ഇതെങ്ങോട്ട് നോക്കും നീണ്ടു പോയേക്കുവാണ്. ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത് ഈറ്റക്കോലാണ്, കമ്പിയല്ല. ഇത് വെറും ഈറ്റക്കോലാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയോളൂ, ക്ലോസ് കാണിക്കൂ. ഇത് വെറും ഈറ്റക്കോലാണ് കണ്ടോ. ആ ഈറ്റക്കോൽ ഇങ്ങനെ വച്ചങ്ങ് വിട്ടേക്കേ ഉള്ളൂ. ഈറ്റ വെട്ടുന്നു, അതിൻ്റെ കോലെടുത്ത് 4 കീറുന്നു, അതിൻ്റെ കമ്പെടുത്ത് ക്രോസ് ചെയ്യുന്നു. അടിപൊളി ഫിനിഷിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.